ഒരാൾ പുറകിൽ വേണം. ഇതില്ലാതെ ഒരിക്കലും വണ്ടി റിവേഴ്സ് എടുക്കരുത്. ഇപ്പോൾ വെഹിക്കിൾ പറയാൻ നോക്കാൻ ഇവിടെ തിരിക്കാമെന്ന് പറയും. തിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ചാടി കയറി അയ്യോ കണ്ണാടിയിൽ നോക്കി എടുക്കരുത്. സാറേ പുറകിൽ ഒരാൾ വേണമല്ലോ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ആ ഒരു നമ്മുടെ വിഷനാണ്, നമ്മുടെ കാൽക്കുലേഷനാണ്, വേറൊരാളുടെ കേസല്ല. അതെല്ലാവരും നോക്കി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പെട്രോൾ വണ്ടിക്ക് ടോർക്ക് കുറവാണ്. അതായത് ഇപ്പൊ തേർഡ് ഗിയറിൽ പോണ വണ്ടി സെക്കൻഡിലേക്ക് ഫസ്റ്റ് തൊട്ടാലും ആ വണ്ടിയിലെ വീഴും. സെക്കൻഡിലേക്ക് മാറ്റിയിടാം. അതിന് ടോർക്ക് കുറവായതുകൊണ്ട് സെക്കൻഡിലേക്ക് വീഴും. ഈ വണ്ടി വലിയ വണ്ടികളൊന്നും വീഴൂല, ടോർക്ക് കൂടുതലാണ്, പവർ കൂടുതലാണ് തന്നെ. ഈ പവർ കൂടുതൽ വരുമ്പോൾ ഇപ്പൊ തേർഡിൽ പോണ വണ്ടി ഫോർത്തിലേക്ക് വീഴും, വീണ്ടും തേർഡിലേക്ക് വീഴും, സെക്കൻഡിലേക്ക് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗിയർ മാറിപ്പോയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെടുത്തിട്ട് സെക്കൻഡ് ഇട്ട് വീണുള്ള ഫോർത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ സെക്കൻഡിലേക്ക് വീണാൻ നോക്കി കഴിഞ്ഞാൽ വീഴൂല. ഇതൊക്കെ ആ സ്പീഡ് കൂടും വണ്ടിയില്ല. അത് അപ്പോഴത്തേക്കും തേർഡിലേക്ക് ഇട്ടോളാം. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് ഒത്തിരി തന്നെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കരുത്, എന്നാലും വണ്ടിയുടെ സ്പീഡ് കൂടും. ഈ ഗിയറിൻ്റെ സിസ്റ്റം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ കാലെടുത്തോളാം. ഇപ്പോൾ കുറഞ്ഞ ഗിയറിലാണ് പോകണമെങ്കിലും നമുക്ക് ഈ കാലെടുക്കുമ്പോൾ നമുക്ക് അറിയാം മാറ്റി കൊടുക്കാൻ സമയം കിട്ടും. കാലെടുത്തില്ലെങ്കിൽ അത് മനസ്സിലാവില്ല കേട്ടോ. സുധീഷേട്ട ചെരുപ്പ് തട്ടാത്ത രീതിയിൽ വേണം അല്ലെങ്കിൽ മറ്റേ ശരിക്കും ആക്സിലേറ്ററിൻ്റെ ആ വെട്ട് കണ്ടോ, ആ വെട്ട് പോലെ തന്നെ കറക്റ്റായിട്ട് പൊസിഷൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. വണ്ടിയുടെ മൂവ്മെൻറ്റും ആക്സിലേഷൻ കൊടുക്കാനേ കിട്ടുള്ളൂ. ചവിട്ടി പിടിക്കരുത്. ചവിട്ടി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, വണ്ടി ചുമ്മാ റേസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നോക്കിയാൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാവില്ല. ചുമ്മാ ചവിട്ടി താഴ്ത്തിട്ട് വെറുതെ താത്താന്ന് മാത്രമേ ഉള്ളൂ. ആ കാലിന് കൊടുക്കുന്ന എഫർട്ട് വെറുതെ വണ്ടി പൊടിക്ക് കൊടുത്തത് കാലം വണ്ടി പോകും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത്രയും ആക്സിലേഷൻ ഫുള്ള് കൊടുക്കരുത്. എത്ര ലോഡ് ഉണ്ടെങ്കിലും കൊടുക്കരുത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞ മുതലുള്ള ഗിയറുകൾ മാറുന്നത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആയതിനു ശേഷം മാറാവും. അതുപോലെ തന്നെ ഡൗൺ ചെയ്യുമ്പോഴും ഈ സംഭവം നോക്കണം. ടോപ്പിൽ പോണ വണ്ടി ഫോർത്തിലേക്കാണ് കൊടുക്കാവുള്ളൂ, എന്നിട്ട് ചവിട്ടിയാലും നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗിയറുകൾ മാറാവുള്ളൂ. ഫോർത്തിൽ ഇപ്പോൾ ടോപ്പിൽ നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമുക്ക് പെട്ടെന്ന് സാധാരണ നിർത്തുകയാണെങ്കിൽ ടോപ്പിൽ പോകണ വണ്ടി ഫോർത്തിലേക്ക് കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്തുക, കൺട്രോൾ ചെയ്ത് അതിന് ശേഷം മാത്രമാണ് അടുത്ത ഗിയറുകൾ മാറാവുള്ളൂ. അല്ലാതെ ടോപ്പിൽ പോകണ വണ്ടി അയ്യോ അവിടെ പെട്ടെന്ന് നിർത്തണമെങ്കിൽ സെക്കൻഡിലേക്ക് വീഴൂല, ഒരു ഗിയറും വീഴില്ല. നമ്മൾ വെറുതെ ടെൻഷൻ ആവുള്ളൂ, വീഴൂല. നിങ്ങൾ ടോപ്പിൽ പോണ വണ്ടി ടോപ്പിൽ നിന്ന് ഫോർത്തിലേക്ക് കൊടുക്കുക. ഫോർത്തിലേക്ക് കൊടുത്തിട്ട് ബ്രേക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുക. അതിന് ശേഷം മാത്രം മറ്റുള്ള ഗിയറുകൾ ഇട്ടാൽ മതി. ഇപ്പോൾ ഹമ്പിൻ്റെ അഴയെല്ലാം അങ്ങനെ ചെയ്താൽ മതി. വണ്ടിക്ക് ചെറിയ